ഇന്ന് നമ്മൾ മുട്ടയോ ബട്ടറോ വിപ്പിംഗ് ക്രീമോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമോ ഒന്നും തന്നെ ചേർക്കാതെ കേക്കിന് വേണ്ടിയിട്ടുള്ളൊരു ക്രീം തയ്യാറാക്കി എടുക്കാം. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കുമാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. വിപ്പിംഗ് ക്രീം എല്ലാവരുടെ കയ്യിലും അവൈലബിൾ ആയിട്ട് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ഈ ക്രീം ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ ബട്ടർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിയോ മൈദയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 3 സ്പൂണ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ മിൽക്ക് തയ്യാറാക്കി എടുക്കുന്നത് പാലിൽ 1 സ്പൂൺ വിനാഗിരി ചേർത്തിട്ടാണ്. ഇനി പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ മുട്ടയൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് പാൽ വെച്ച് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ മിക്സ് ചെയ്യുമ്പോഴും വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യാതെ തന്നെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ചെറിയൊരു പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത്. വീട്ടിലുള്ളൊരു സാധാരണ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു ബട്ടർ പേപ്പർ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരുടെ കയ്യിലും കേക്കിൻ്റെ മോൾഡൊന്നും കാണണമെന്നില്ല. അതുകൊണ്ട് സാധാരണ പാത്രത്തിലും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാവുന്നതാണ്. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ചെയ്തെടുക്കാം. ഞാൻ അതിനായിട്ട് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സ്പൂണ് കോൺഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കോൺഫ്ലവറിന് പകരമായിട്ട് മൈദയോ ഗോതമ്പ് പൊടിയോ ഏത് വേണോ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതിയാവും. നന്നായിട്ട് ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് 1 സ്പൂണ് സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ 1 സ്പൂണ് ബട്ടറോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി ഒന്ന് ഉരുക്കി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി വേണം നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് എടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് ഇതിലേക്ക് ഹോളിട്ട് കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഷുഗർ സിറപ്പോ മിൽക്ക് സിറപ്പോ നിങ്ങളെ ഇഷ്ടാനുസരണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഒഴിച്ചു കൊടുത്ത് ഒരു 15 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടി വേണം ഇത് ഒഴിക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി അങ്ങ് കട്ടി പിടിച്ച് പോകുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ കട്ടി പിടിക്കുന്നതാണ് കോൺഫ്ലവർ യൂസ് ചെയ്തത് കൊണ്ട്. ഇനി നമുക്കിതൊരു നൈഫ് വെച്ച് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിലുള്ള ക്രീമൊക്കെ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് തുടച്ചു മാറ്റാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് സ്പ്രിങ്കിൾസ് ആണ്. ഞാനിത് ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു സ്പ്രിങ്കിൾസ് ആണ്. ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോണ്ടൻറ്റിൻ്റെ റെസിപ്പി ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പ്രിങ്കിൾസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ. ഒരു പുറത്തുള്ള ചോക്ലേറ്റും അകത്തുള്ള ചോക്ലേറ്റുമായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.